ഇന്ന് നമുക്ക് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല, ഞാൻ അതുകൊണ്ട് ഈ പിളർന്ന ഉഴുന്നുപരിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി, അത് 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക് 1 ടീസ്പൂൺ, കറിവേപ്പില 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, വറക്കാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ ആവശ്യമായത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. വലിയ ജാറാകുമ്പോൾ ഇതെല്ലാം കൂടെ അരയാൻ പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉഴുന്ന് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് ഉഴുന്നെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് അരച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കംപ്ലീറ്റ് അങ്ങ് അരയേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തതാണത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. അധികം വെള്ളം ആവരുത്. നമുക്ക് ഒന്ന് വട ഉണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ പാടായിരിക്കും. അപ്പം ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, മിക്സ് ചെയ്യാൻ മാത്രമാണ് ഉപ്പ് ചേർക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള ഉഴുന്ന് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങ് കംപ്ലീറ്റ് അങ്ങ്, അതായത് ഫൈനായിട്ടൊക്കെ അരയേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി, ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ സവാള, അത് 1 ടേബിൾ സ്പൂൺ സവാള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലത് നന്നായിട്ട് എയറേഷൻ കിട്ടുകയും നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇതിങ്ങനെ വീഴരുത്, അതാണ് ഇതിൻ്റെ പരുവം. അത് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക. വെള്ളം വളരെ കുറച്ച് മതി. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. അതിനായിട്ട് വട ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് മാവെടുക്കാം. മാവെടുത്ത് ഒന്ന് നന്നായിട്ട് ഉരുട്ടുക. അതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനി ഇങ്ങനെ മറ്റേ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു തുള ഉണ്ടാക്കുക. ഇങ്ങനെ തള്ളവിരൽ കൊണ്ട് ഒരു തുള ഉണ്ടാക്കിയിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ കൈ നന്നായിട്ട് കഴുകുക, വെള്ളത്തിൽ നനയ്ക്കുക. ഇതിൽ നിന്ന് ഒരു ഉരുള എടുക്കുക, നന്നായിട്ട് ഉരുട്ടുക. കൈയുടെ വെള്ളയിൽ വെച്ചിട്ട്
ഷേപ്പിനൊന്ന് പരത്തുക, ഇതുപോലെ പരത്തുക. തള്ളുകല്ല് കൊണ്ട് ഒരു തുള ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കിത് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അടുത്തത് അതുപോലെ അങ്ങനെ ഓരോ വടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരത്തുക. ഇങ്ങനെ തുള ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഒന്ന് മെല്ലെ മറിച്ചിടുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ വട ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ? ഇതൊന്നുകൂടെ ഒന്ന് കളർ നന്നായിട്ട് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ട് ഇരിക്കണം. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ആദ്യം ഇട്ട വട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കി വട കൂടി നമുക്ക് അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട വടയാണിത്. ഇനി ബാക്കി മാവ് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ മുഴുവൻ വടയും നമ്മൾ വറുത്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡിയായി. ഇത് നമുക്ക് ചട്നി, സാമ്പാർ എന്നിവ കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം.